സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് തിരുപ്പതിയെ അവന്റെ ഭാര്യ രാധ കൊല്ലുന്നു. ശേഷം ഗ്രാമവാസികൾ അവന്റെ മൃതദേഹം ഒരു സമാധിയായി അടക്കം ചെയ്യുന്നു. എന്നാൽ അതിലൂടെ അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാതെ പക നിറഞ്ഞ ആത്മാവായി അത് ഗ്രാമത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഒരു ദിവസം പൂജാരി അബദ്ധത്തിൽ തിരുപ്പതിയുടെ സമാധിയിലേക്ക് രക്തം വീഴ്ത്തുന്നു. അതോടെ തിരുപ്പതിയുടെ ആത്മാവ് അവന്റെ ശരീരത്തിൽ കയറി പുറത്തേക്ക് വരുന്നു. പിന്നീട് ഗ്രാമത്തിൽ വീണ്ടും ഭയാനക സംഭവങ്ങൾ തുടങ്ങുന്നു. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ വീണ്ടും നടക്കുന്നു. ആദ്യം ആളുകൾ മനുഷ്യരാണ് ഇതിന് പിന്നിലെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇത് തിരുപ്പതിയുടെ ആത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് ഗ്രാമത്തെ രക്ഷിക്കാൻ രാധയുടെ സഹോദരിയായ ഭൈരവിയെ വിളിക്കുന്നു. ഭൈരവി ഒരു വലിയ ശിവഭക്തിയാണ്. ജീവിതം മുഴുവൻ കന്യകയായി തുടരുകയും 101 കോടി തവണ നമശിവായ മന്ത്രം ജപിക്കുകയും ചെയ്താൽ ശിവന്റെ ദൈവിക ശക്തി ലഭിക്കുമെന്നാണ് അവളുടെ വിശ്വാസം. അവൾ ഗ്രാമത്തിലെത്തി ചില കർമ്മങ്ങൾ നടത്തി ആത്മാവിനെ താൽക്കാലികമായി തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ തിരുപ്പതിയുടെ ആത്മാവ് മന്ത്രതന്ത്ര വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ ശക്തി നേടുന്നു. അത് കാറ്റ്, മഴ, മണ്ണ് എന്നിവയുടെ രൂപമെടുത്ത് ഗ്രാമത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഗ്രാമത്തിന് ചുറ്റും ഒരു അദൃശ്യ വലയം ഉണ്ടാക്കി ആളുകൾ പുറത്തേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയ അവൻ ഗ്രാമത്തിൽ പട്ടിണിയും ഭയവും പടർന്നു. ഗ്രാമത്തെ രക്ഷിക്കാൻ ഭൈരവി തന്റെ ജീവൻ പോലും പണയം വെച്ച് നമശിവായ ജപം തുടരുന്നു. അവസാന നിമിഷത്തിൽ അവൾ ജപം പൂർത്തിയാക്കുമ്പോൾ ശിവന്റെ ദൈവിക ശക്തി അവൾക്ക് ലഭിക്കുന്നു. ആ ശക്തിയോടെ അവൾ തിരുപ്പതിയുടെ ആത്മാവിനെ നേരിടുന്നു. അതേസമയം ഗ്രാമവാസികൾ അവന്റെ അസ്ഥികൾ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. ഇതോടെ തിരുപ്പതിയുടെ ആത്മാവ് തോൽക്കുകയും ഗ്രാമം രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തിരുപ്പതിയുടെ പഴയ സൈക്കിൾ വീണ്ടും സ്വയം സഞ്ചരിക്കുന്നത് ആളുകൾ കാണുന്നു.